എല്ലാവർക്കും നമസ്കാരം. മഞ്ഞു പുതച്ച മണാലിയിൽ നിന്നും ഷിംലയിലേക്കാണ് നമ്മളിനി പോകുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ സമ്മർ ക്യാപിറ്റലായ ഷിംലയിലെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ഈ വീഡിയോ. മണാലിയിൽ നിന്നും 6 മണിക്കൂറോളം ട്രാവൽ ചെയ്തിട്ടാണ് ഞങ്ങൾ ഷിംലയിൽ എത്തിച്ചേർന്നത്. ചെങ്കുത്തായ മലനിരകൾക്കിടയിലൂടെയുള്ള ഷിംലയിലേക്കുള്ള യാത്ര വളരെ പ്രത്യേകതയുള്ള ഒരു അനുഭവം തന്നെയായിരുന്നു. യാത്രയിൽ ഇടയ്ക്കിടെ ധാരാളം തുരങ്കങ്ങളും ഉണ്ടായിരുന്നു. അതിൽ കൂടെയൊക്കെ ട്രാവൽ ചെയ്താണ് ഞങ്ങൾ ഷിംലയിലെത്തിയത്. ഷിംലയിലെ പ്രഭാതം കണ്ണിന് വളരെ കുളിർമയേകുന്നതായിരുന്നു. വളരെ ഭംഗിയുള്ള കാഴ്ചയാണ് ഞങ്ങളവിടെ രാവിലെ തന്നെ കണ്ടത്. സമ്മർ ആയതുകൊണ്ട് തന്നെ മഞ്ഞൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ നല്ല തണുപ്പായിരുന്നു അവിടെ. ഞങ്ങൾ രാവിലെ തന്നെ റെഡിയായി ഹോഴ്സ് റൈഡിങ്ങായി പുറപ്പെട്ടു. ഷിംലയിൽ നിന്ന് 16 കിലോമീറ്റർ ദൂരെയുള്ള കുഫ്രി എന്നൊരു സ്ഥലത്തേക്കാണ് ഞങ്ങൾ ആദ്യം തന്നെ പോയത്. കുഫ്രിയിലെ മഹാസു കൊടുമുടിയിലേക്കാണ് ഞങ്ങളിപ്പോൾ കുതിരപ്പുറത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ദേവദാരു മരങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഹിമാലയൻ മലഞ്ചെരുവുകളിലൂടെയുള്ള യാത്ര മനം മയക്കുന്ന കാഴ്ചയാണ്. പാദങ്ങളുടെ ഇരുവശത്തും വളരെയധികം ഭംഗിയുള്ള കാഴ്ചകൾ തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത്. ഹോഴ്സ് റൈഡിംഗ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇതൊരു കുതിരയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ചിലർ പറഞ്ഞത് അത് ആൺകഴുതയും പെൺകുതിരയുടെയും ഒരു സങ്കരയിനം കോവർ കഴുതയാണെന്നാണ് പറഞ്ഞത്. ഒരു കുതിരയുടെ ശക്തിയും കഴുതയുടെ ബുദ്ധിയും കാണുമ്പോൾ വളരെ സഹതാപം തോന്നുന്ന വിധത്തിലാണിവ. ഞങ്ങൾക്ക് ഈ യാത്ര ഒരു അഡ്വഞ്ചർ ട്രിപ്പ് പോലെ തന്നെയാണ് തോന്നിയത്. അതിന് കാരണം ഞങ്ങൾ പോകുന്ന വഴി കുതിരച്ചാണവും ചളിയും ഒക്കെ നിറഞ്ഞതായിരുന്നു. ചെങ്കുത്തായ മലമ്പാതകൾക്ക് അരികിലൂടെയാണ് കുതിര നടന്നു പോകുന്നത്. കുതിരയുടെ കാലൊന്നിടറിയാൽ നമ്മൾ അഗാധമായ കൊക്കയിലേക്കാണ് വീഴുക. പക്ഷേ ഇവിടെ അങ്ങനെ സംഭവിക്കാറില്ലെന്ന് കുതിരക്കാരനും ധൈര്യം പകർന്നതോട് നമ്മൾ യാത്ര തുടങ്ങി. 2 കിലോമീറ്ററോളം ദൂരം കുതിരപ്പുറത്ത് സഞ്ചരിച്ച് ഞങ്ങളങ്ങനെ മഹാസു കൊടുമുടിയിൽ എത്തിച്ചേർന്നു. പ്രകൃതിരമണീയമായ ഒരു സ്ഥലം തന്നെയായിരുന്നു അത്. സമ്മർ ആയതുകൊണ്ട് മഞ്ഞുണ്ടായില്ല. പരമ്പരാഗത വസ്ത്രമണിഞ്ഞ് ഫോട്ടോ എടുക്കാൻ എത്തിയവരൊക്കെ അവിടെ ധാരാളം ഉണ്ടായിരുന്നു. അവിടെ പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. മൂന്നാല് മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഉച്ചഭക്ഷണവും കഴിച്ച് ഞങ്ങൾ നേരെ ജാക്കോ ടെമ്പിൾ എത്തി. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഹനുമാൻ പ്രതിമയാണ് അവിടുത്തെ മെയിൻ അട്രാക്ഷൻ. അവിടെ എത്തി നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളാണ്. കാരണം അവിടെ ധാരാളം കുരങ്ങന്മാരുണ്ട്. ഒന്ന് കണ്ടെത്തിയാൽ അവ അതുകൊണ്ട് ദൂരേക്ക് അങ്ങ് ഓടിക്കളയും. ജാക്കു ടെമ്പിളിലെ ഒരു മധുരമുള്ള പ്രസാദം തൊട്ട് വണങ്ങിക്കൊണ്ട് കഴിക്കുന്ന ഒരു കുരങ്ങനെയും നമ്മളവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു പ്രത്യേകത തോന്നി നമുക്കതൊക്കെ അവിടെ കണ്ടപ്പോൾ. ഇത് വളരെ ഉയരത്തിലായതുകൊണ്ട് റോപ്പ് വേ വഴി ഇവിടെ എത്താം. അതുപോലെ തന്നെ കാറിലും ഇവിടെ എത്താൻ കഴിയും. ഞങ്ങൾ കാറിലാണ് അവിടെ പോയത്. മന്ദിരത്തിന് താഴെ വരെ കാർ പോയി. അതിനുശേഷം എസ്കലേറ്റർ സഞ്ചരിച്ചാണ് ഞങ്ങളവിടെ എത്തിയത്. മരങ്ങൾക്കിടയിലൂടെ ഉയർന്നു നിൽക്കുന്ന ഹനുമാന്റെ ഒരു പ്രതിമ, അത് കാണാൻ വളരെ ഭംഗിയുള്ള കാഴ്ച തന്നെയായിരുന്നു. മന്ദിരത്തിൽ തൊഴുതതിന് ശേഷം കുട്ടികൾ അവിടെ കുറച്ച് കളികളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ. ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ ഷിംല വിശേഷങ്ങൾ. അങ്ങനെ ഒരു ദിവസം നമ്മൾ ഷിംലയിൽ വളരെ ആസ്വദിച്ച് ചെലവഴിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ചണ്ഡീഗഡിലോട്ട് പുറപ്പെട്ടു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനി ചണ്ഡീഗഡിലെ വിശേഷങ്ങളുമായി കാണാം. താങ്ക് യു.